ദീർഘനേരത്തെ ദുർഘടം നിറഞ്ഞ പാത എന്നിലെ യാത്രികനിൽ മടുപ്പുളവാക്കി കഴിഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും വിശ്രമിക്കുവാനുള്ള ആഗ്രഹം നുരമൊന്തിയിട്ട് സമയമേറെയായി. തോളിലെ മാറാപ്പിൽ സൂക്ഷിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് സേവിക്കുന്നതൊഴിച്ചാൽ കാര്യമായ വിശ്രമം ഞാൻ എടുത്തിട്ടില്ല. ഏകാന്തതയാണ് എനിക്കിഷ്ടമെന്നതിനാൽ ആരെയും കൂടെ കൂട്ടാൻ തുനിഞ്ഞതുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എത്തപ്പെടേണ്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇടതൂർന്ന മരക്കാടുകൾ പാതയ്ക്ക് തണലും ഉന്മേഷവും നൽകുന്നുണ്ടെങ്കിലും ദീർഘദൂരത്തെ എൻ്റെ നടപ്പിൽ കാലിനും ശരീരത്തിനുമേറ്റ തളർച്ചയ്ക്ക് ആശ്വാസമേകുവാൻ അവ മതിയാകുമായിരുന്നില്ല. കാലിന് നീര് വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇറങ്ങിപ്പുറപ്പെട്ട ഉഷസ്സിന്റെ ആവേശം സന്ധ്യയായെന്ന തിരിച്ചറിവിൽ കരച്ചിലിന് വഴിമാറിയിരിക്കുന്നു. പകുതിയിലേറെ ദൂരം പിന്നിട്ടെന്ന ബോധ്യം എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തോടടുക്കുന്നുവെന്ന വിചാരം വീണ്ടും വീണ്ടും എന്നെ പരിഭ്രാന്തനാക്കുന്നു. ഒരു സ്വല്പ സമയത്തിനകം ലക്ഷ്യത്തിലെത്തുമെന്ന ബോധമനസ്സിന്റെ ഓർമ്മപ്പെടുത്തൽ വിശ്രമം ഒഴിവാക്കി മുൻപോട്ട് പോകുവാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചു. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന മരങ്ങൾക്ക് നടുവിലൂടെ ഇത്രയേറെ ദൂരം ഞാൻ താണ്ടിയെന്നത് അവിശ്വസനീയമാണ്. ചെങ്കുത്തായ പർവ്വതങ്ങൾക്കടിവാരത്ത് നിന്ന് തന്നെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു എനിക്കെത്തപ്പെടേണ്ട സ്ഥലവും ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിന്റെ അഗ്രവും. ബാല്യത്തിൽ വായിച്ച യക്ഷിക്കഥയിലെ വലിയ കോട്ടകളെ അനുസ്മരിപ്പിക്കുന്ന പഴഞ്ചൻ കെട്ടിടം. 2 പാളി കതകുകളാണ്. 2 ആൾ പൊക്കത്തിലുള്ള വാതിലിന്റെ വശങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. വാതിലടച്ച് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രം വലിയ ചങ്ങലയും അതിനറ്റത്ത് വലിയൊരു താഴിട്ട് പൂട്ടിയിരുന്നെങ്കിലും അതിന്റെ വിടവിലൂടെ ഒരുമാതിരിപ്പെട്ട ഇഴജന്തുക്കൾക്കെല്ലാം യഥേഷ്ടം വന്നു പോകാം. എന്റെ കൈവശമുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് താഴിന്റെ ബന്ധം വിടുവിച്ചതിന് ശേഷം ചങ്ങല ഞാൻ വലിച്ചു താഴേക്കിട്ടു. ആ ശബ്ദത്തിലാകാം കെട്ടിടത്തിന്റെ മുകളിലിരുന്ന പക്ഷികൾ കൂട്ടമായി വലിയ ചെറുകടിയോടെ കൂടെ പറന്ന് വൃക്ഷത്തിലേക്ക് ചേക്കരുത്. ആ ചെറുകടി ശബ്ദം എന്റെ വയറ്റിൽ നിന്ന് പേടിയുടെ ഒരാളിച്ച കൊണ്ടുവന്നപ്പോഴാണ് ചെയ്തത് അബദ്ധമായി പോയെന്ന് ഞാൻ മനസ്സിലായത്. 2 അടി പൊക്കത്തിലാണ് വാതിലിന്റെ സ്ഥാനമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പടിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. മന്തുപോലെ നീര് വെച്ച കാല് ഞാൻ ആയാസപ്പെട്ട് കൈകൾ കൊണ്ട് താങ്ങിയാണ് എടുത്തു വെച്ചത്. കുറെ കാലമായി ഈ വഴി ആരും വന്നിട്ടില്ല എന്നതിന്റെ ലക്ഷണമായി മാറാല തൂങ്ങിക്കിടക്കുന്നു. വായിലും മുഖത്തുമായി പറ്റിപ്പിടിച്ച മാറാല ഞാൻ തെല്ല് അസ്വസ്ഥതയോടെ തൂത്തുമാറ്റി. പൂർണ്ണമായി ഫലം കാണാത്തതിനാൽ അവിടെ പശപശ പൊട്ടുന്നു. അരണ്ട വെളിച്ചം മാത്രമാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടം ഇഴജന്തുക്കളുടെയും സൂക്ഷ്മജീവികളുടെയും ആവാസ കേന്ദ്രമാണെന്നത് എൻ്റെ ഓരോ നാഡീവ്യൂഹത്തിലും ഭയം അരിച്ചിറക്കുന്നുണ്ട്. എൻ്റെ ഓരോ ചുവടുകളും വളരെ കരുതലോടെയും അതിലേറെ ജിജ്ഞാസയോടും കൂടിയാണ്. കണ്ണത്തും ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന ഇടനാഴികൾ, കാലപ്പഴക്കമേറെ ഉണ്ടെങ്കിലും നിരയൊപ്പിച്ച് അടുക്കി വെച്ചിരിക്കുന്ന വിവിധ ബുക്ക് ഷെൽഫുകൾ, ഒരിക്കൽ വെച്ചതിൽ പിന്നെ ആരും തുറന്നു നോക്കിയിട്ടില്ലാത്ത എണ്ണമറ്റ ഫയലുകൾ, ഓരോന്നിന്റെയും മുകളിൽ ബുക്കിന്റെ അത്ര തന്നെ കനത്തിലുള്ള പൊടിയുടെ വലിയ പാളി. അവ തുറന്നു വായിച്ചെടുക്കുവാൻ വർഷങ്ങൾ എടുക്കേണ്ടി വരും. ഓരോ ഫയലുകളും തുറന്ന് പരിശോധിച്ച് മുന്നേറുമ്പോഴും എൻ്റെ കാലുകൾക്ക് ബലം കുറയുന്ന പോലെയും തലയിൽ ഇരുട്ട് കയറുന്ന പോലെയും എനിക്ക് അനുഭവപ്പെട്ടു. എണ്ണിയാലൊടുങ്ങാത്ത വിധിയുടെ പകർപ്പുകൾ, വായിച്ചാലും തീരാത്ത കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിരകൾ, ജീവനോടെ ചുട്ടുകളഞ്ഞാൽ പോലും തീരാത്ത അധമഭാവങ്ങൾ, എനിക്ക് പോലും അറപ്പുളവാക്കുന്ന കൊടിയ പാവങ്ങൾ, ഞാൻ മൂലം വേദനിച്ച കണ്ണീര് കുടിച്ച നിരപരാധികളുടെ ദയനീയ മുഖങ്ങൾ, ചതിക്കപ്പെട്ട ജീവിതങ്ങൾ, ദാക്ഷിണ്യമില്ലാതെ പരിഹാസമേറ്റവർ, എന്റെ നാവിനാൽ ഹൃദയത്തിന്റെ മാംസഭിത്തിയിൽ നിന്നും രക്തം വാർന്ന് അവശരായവർ, ജീവന തുല്യം എന്നെ സ്നേഹിച്ചിട്ടും നിസ്സാര കാര്യത്തിനായി മനസാക്ഷി കുത്തില്ലാതെ ആട്ടി ഓടിക്കപ്പെട്ടവർ, എനിക്കെതിരായി മറ്റുള്ളവർ ചെയ്തു കാണുമെന്ന് ഹൃദയത്തിൽ നിരൂപിച്ച് പറഞ്ഞും പ്രവർത്തിച്ചും കുടിയിറക്കപ്പെട്ടവരുടെ നീണ്ട നിരകൾ, എന്നെ വിശുദ്ധനായി പ്രഘോഷിക്കപ്പെടുവാനായി ബലിയാടാക്കപ്പെട്ട നിഷ്കളങ്ക ജന്മങ്ങൾ, എന്നെ ന്യായീകരിക്കുവാനായി തഞ്ചത്തിൽ മെനഞ്ഞെടുത്ത അപസർപ്പക കഥകൾ, ഞാൻ മൂലം പിന്മാറ്റത്തിൽ പോയവരുടെ നീണ്ട പട്ടികകൾ, എന്റെ സ്വഭാവം കാരണം പ്രവേശനം നഷ്ടപ്പെട്ടവർ, എന്റെ സ്ഥാനം ഉറപ്പിക്കാനായി മെനഞ്ഞെടുത്ത അസത്യങ്ങൾ, എന്നോട് മറ്റുള്ളവർ ചെയ്ത നിസാര തെറ്റുകളെല്ലാം അക്കമിട്ടെഴുതി പകയോടുകൂടി പ്രതികാരം ചെയ്തിട്ടും വീണ്ടും അവരുടെ നാശത്തിൽ സന്തോഷിച്ചത്, അവരുടെ വീഴ്ചയിൽ ആനന്ദിച്ചത്. ദൈവമേ, എന്റെ ഈ പ്രായത്തിൽ ഇവയെല്ലാം ഞാൻ ചെയ്തതാണോ? ഞാൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവന്റെ ഗതി എന്താകുമായിരുന്നുവെന്ന് കൂടെ ആത്മകർഷം പേറി എനിക്ക് അനുകൂലമായി സ്വർഗത്തിൽ നിക്ഷേപിച്ചെന്ന് വിധി എഴുതിയതിൽ പോലും എനിക്കെതിരായുള്ള വിധിപ്പകർപ്പുകൾ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. പണവും സമയവും നഷ്ടമായതിലുപരി എന്റെ ഒരു പുണ്യപ്രവൃത്തികളും വരവ് വെച്ചിട്ടില്ലല്ലോ എന്ന അറിവ് തെല്ലൊന്നുമല്ല എന്നെ നടുക്കമുണ്ടാക്കിയത്. ശരീരത്തിന്റെ തളർച്ച കൂടി വരുന്നു. എന്റെ ശരീരഭാരം താങ്ങാനാവാതെ കാലുകൾ കുഴയുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു. ഈ ജന്മം ഞാൻ ചെയ്തു കൂട്ടിയ വിവരിച്ചു തീർക്കാനാവാത്ത ക്രൂര പാപങ്ങളുടെ പട്ടിക ചുറ്റിനും കൂട്ടിയിട്ട് നിർവികാരനായി ഞാൻ തലകുമ്പിട്ടിരുന്നു. എന്റെ ചുറ്റിനും നിന്ന് ആയിരങ്ങൾ ആർത്തട്ടഹസിക്കുന്ന ശബ്ദം എന്റെ കർണപടങ്ങളിൽ തട്ടി പ്രകമ്പനം കൊണ്ടു. എനിക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് പ്രതികൾ ഉയർത്തിപ്പിടിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നവരുടെ ബഹളത്താൽ
വേറെ ഏതോ ലോകത്തിൽ ഞാൻ എത്തപ്പെട്ടതായി എനിക്ക് തോന്നി. വർഷങ്ങൾ കാറ്റും വെളിച്ചവും കയറാതെ അടച്ചിട്ടിരുന്നതിന്റെ മുഷടിപ്പ് മണവും നിമിഷം പ്രതി ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ വമിക്കുന്ന തീവ്ര ഗന്ധവും എന്റെ നാസഗന്ധിയിലേക്ക് ഇരച്ചു കയറി. എനിക്ക് മനം പുരട്ടി വന്നു. ദൈവമേ, ഇവയെല്ലാം ചെയ്തിട്ടാണല്ലോ ഞാൻ ഘോരം ഘോരം പ്രസംഗിക്കുന്നത്. അയോഗ്യമായി കൈനീട്ടരുതെന്ന് ഒരു 100 പ്രാവശ്യമെങ്കിലും കേട്ടിട്ടും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വെച്ച് ഞാൻ ഇവയെല്ലാം അടക്കിപ്പിടിച്ച് കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി നിൽക്കുന്നത്. നിന്ന നിൽപ്പിലൊന്ന് വെന്ത് ചാരമാകുവാൻ ഞാൻ കൊതിച്ചു. ഇവയെല്ലാം പൊടി തട്ടിയെടുത്ത് വായിച്ചെടുക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട നിമിഷത്തെ ഞാൻ ഉള്ളറിഞ്ഞ് ശപിച്ചു. തലച്ചോറ് കലങ്ങി ഞാൻ ഭ്രാന്തനാകുന്ന പോലെ എനിക്ക് തോന്നി. ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് കണ്ണ് രണ്ടും വീർക്കിയടച്ച് ഞാൻ പിന്തിരിഞ്ഞോടി. വാതിലിന്റെ ഉമ്മറപ്പടിയും കടന്ന് വിശാലമായ അങ്കണത്തിലേക്ക്. ഇങ്ങോട്ടുള്ള വരവിൽ ഈ വിശാലമായ മുറ്റത്ത് ഒത്ത നടുക്കായി കിടന്ന എന്റെ സ്വയനീതിയുടെ ഹുങ്കിനാൽ ഞാൻ കാണപ്പെടാതെ കിടന്ന കല്ലിൽ തട്ടി ഞാൻ മുഖമടിച്ചു വീണു. ആ കിടപ്പ് എത്ര നേരം തുടർന്നെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ കിടന്നതിന്റെ അരികെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. വലിയൊരു പ്രളയം കഴിഞ്ഞതിന്റെ ബാക്കി പത്രം തെളിഞ്ഞു കിടക്കുന്നു. തലയുയർത്തി നോക്കി എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം മുൻപ് വരെ തലയുയർത്തി ഗർഭോടെ നിന്ന് എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് നിറച്ച വലിയ കെട്ടിടം അവിടെയില്ല. അവശിഷ്ടങ്ങൾ പോലും ശേഷിക്കാതെ നാമാവശേഷമായിരിക്കുന്നു. ഒരു സ്വല്പ സമയത്തിനു മുൻപ് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകിയ മുഖം കൂടുതൽ തെളിഞ്ഞു വരുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ എനിക്ക് വിരോധമായി കയ്യെഴുത്ത് പ്രതികൾ ഉയർത്തിപ്പിടിച്ച് ആനന്ദ നൃത്തമാടിയവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയവന്റെ പുഞ്ചിരിക്കുന്ന മുഖം. എന്റെ പേരിൽ എഴുതി സൂക്ഷിക്കപ്പെട്ട അതിക്രമങ്ങളൊക്കെയും എന്നോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞവന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി. പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത വികാര വിക്ഷോഭത്താൽ തിരികെ ഭവനത്തിലേക്ക് നടക്കുമ്പോൾ, ആരോടെങ്കിലുമൊക്കെ വിളിച്ചു പറയുവാനുള്ള വെമ്പലിനാൽ കീഴ്ക്കാന്തൂക്കായ മല ഓടിയിറങ്ങുമ്പോൾ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ പുറകിൽ നിന്ന് കേട്ടു, സ്നേഹം ദോഷങ്ങളുടെ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുവാനുള്ള ശക്തിയില്ലാതെ ഞാൻ വിതുമ്പി. എന്റെ കൈവശമുണ്ടായിരുന്ന നല്ലതും ദോഷവുമായ കണക്ക് പുസ്തകത്തിന്റെ താളുകൾ ഞാനും കാറ്റത്ത് കീറിയെറിഞ്ഞുകൊണ്ടേയിരുന്നു.